കുഞ്ഞുങ്ങളുണ്ടാകാൻ വൈകുന്ന എല്ലാവരും പറയുന്ന സ്ഥിരം ഉപദേശമാണിത്. നിങ്ങൾ സ്ട്രെസ് കുറയ്ക്കൂ, ടെൻഷൻ കുറയ്ക്കൂ, റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾ ഉണ്ടാകുമെന്ന്. അങ്ങനെ സ്ട്രെസ് കുറച്ച് റിലാക്സ് ചെയ്ത് നടക്കുന്ന ഒരു കാര്യമാണ് ഗർഭധാരണമെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ? മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് നിങ്ങളുടെ ഹോർമോണുകളെയും അതുപോലെ തന്നെ അണ്ഡോത്പാദനത്തിനെയും പിന്നെ നിങ്ങളുടെ ഉറക്കത്തിനെയൊക്കെ ബാധിക്കാം എന്നത് ശരിയാണ്. ഒരുപാട് ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാത്തത് എന്നൊന്നും നിങ്ങൾക്ക് ആ ഒരു ഗിൽറ്റ് ഫീൽ ഒരിക്കലും വരരുത്. നമ്മൾക്ക് ഒരു കുട്ടി ഉണ്ടാവാൻ അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്നതിൽ പല പല കാരണങ്ങളുണ്ട്. അണ്ഡോത്പാദനമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂബിലെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ തന്നെ ഹസ്ബൻഡിൻ്റെതായിട്ടുള്ള ബീജത്തിന്റെ എന്തെങ്കിലും ക്വാളിറ്റിയോ അതിന്റെ കൗണ്ടിനോ അതിന്റെ ചലനശേഷിക്കോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുമാകാം നമുക്ക് ഗർഭധാരണം സാധ്യമാകാത്തത്. അതുകൊണ്ട് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗയോ വ്യായാമമോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ടെൻഷൻ മാത്രം കൊണ്ട് ഗർഭധാരണം നടക്കില്ല എന്നല്ല. 1 വർഷത്തിലേറെയായി നിങ്ങൾ ശ്രമിച്ചിട്ടും ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെൻഷനെ മാത്രം പഴിചാരാതെ കൃത്യമായി വിദഗ്ധ പരിശോധനകൾ നടത്തി അതിനുവേണ്ട ട്രീറ്റ്മെന്റുകൾ സ്വീകരിക്കേണ്ടതാണ്.